ഇന്ത്യ സ്വന്തമായിട്ടൊരു ഭീകരവാദ വിരുദ്ധ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുവരെ ഇന്ത്യക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രഹാർ എന്നാണ് അതിന്റെ പ്രഹരം അല്ലേ, എന്ന് പറയുന്ന ചെന്നടിച്ചോ എന്ന് തന്നെയല്ലേ സർ? അതിനകത്ത് അതൊരു ചുരുക്കെഴുത്താണ്. PRAHAAR. പ്രഹാർ എന്ന് ഹിന്ദി പറഞ്ഞാൽ മലയാളത്തിൽ പ്രഹരിക്കുക, അടിക്കുക. അതിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഓരോ അതിനകത്തുള്ള ഓരോ അക്ഷരവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ഒരു ടെററിസത്തെ നേരിടുന്നതിനുള്ളൊരു സമഗ്ര പദ്ധതി ഉണ്ടായിരുന്നില്ല. ടെററിസം വരും, നമ്മളതിനെ നേരിടും, നമ്മൾ ലോകസമാധാനമൊക്കെ പറഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, അതിൽ ആദ്യത്തെ P എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ടെറർ അറ്റാക്സ്, ഭീകരവാദ ആക്രമണങ്ങളെ തടുക്കുക, ഇല്ലാതെ വരുത്തുക. പ്രിവെൻഷൻ, അതിന് മുൻകരുതൽ എന്ന നിലക്ക് തന്നെ അതിനെ ഇല്ലാതെയാക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന രീതിയിൽ നമ്മളതിനെ മുൻകരുതലെടുത്തിട്ട് അതിനെ തടയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അവിടെ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസാണ്. എന്തിനെതിരെ? ടെററിസത്തിനെതിരെയുള്ള റെസ്പോൺസ്. അതെങ്ങനെ വേണം? സ്വിഫ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ്, വളരെ വേഗത്തിലും ഉചിതവുമായ റെസ്പോൺസ് ഉണ്ടാകണം. ഒരു ടെറർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ടെറർ അറ്റാക്കിനെതിരെ, ടെറർ ആക്രമണത്തിനെതിരെ വളരെ വേഗത്തിലും ഉചിതവും അപ്രോപ്രിയേറ്റ്, ഏറ്റവും ഉചിതമായ, ഏറ്റവും യോജിക്കുന്നതുമായ ഒരു നടപടി ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ആ ടെററിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചോ അത് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ആലോചിച്ചിരിക്കേണ്ട ഒരു രീതിയല്ല. മുമ്പ് അങ്ങനെയല്ല. നമ്മൾ ടെറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെററിനെ കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാരോപദേശം നടത്തി, അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ നന്നാകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് പറ്റില്ല. അത് കൃത്യമായിട്ട് വരണം. പിന്നത്തെ എന്ന് പറഞ്ഞാൽ അഗ്രിവേറ്റിംഗ് ഇൻറ്റേർണൽ കപ്പാസിറ്റീസ് ഫോർ എ ഹോൾ പ്രോജക്റ്റ് എഗൻസ്റ്റ് ടെറർ. നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ ആഭ്യന്തരമായ കഴിവുകൾ, നമുക്ക് ഈ ടെററിസത്തെ, ഭീകരതയെ നേരിടുന്നതിന് നമുക്ക് കുറേ കഴിവുകളുണ്ട്, നമ്മുടെ കുറേ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം കുറേ കൂടി ത്വരിതമാക്കിയെടുക്കണം. അത് ത്വരിതമാക്കിയെടുത്തിട്ട് അതിനെ സമന്വയിപ്പിച്ചെടുക്കണം. അതിനെ സമന്വയിപ്പിച്ചെടുത്തിട്ട് ഈ ക്വിക്ക് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മളത് നിൽക്കണം. അപ്പോൾ നമ്മളെപ്പോഴും അലർട്ട് ആയിരിക്കണം, നമ്മളെപ്പോഴും ജാഗ്രതയോട് കൂടി ഇരിക്കണം. ഇതിപ്പോൾ ടെറർ ഇല്ല എന്ന് കരുതിയിട്ട് നമ്മളിതിനെ അഗ്രിവേറ്റ് ചെയ്യുന്നതിൽ നിന്നും മാറരുത്. ഏത് സമയത്തും ഒരു ടെറർ അറ്റാക്ക് വരാമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടണമെന്നും അതിനെ വേരോടെ പിഴുത് എറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനകത്ത് H എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റൂൾ ഓഫ് ലോ എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭീകരവാദത്തിൽ മനുഷ്യാവകാശങ്ങളുമില്ല, നിയമവാഴ്ചയുമില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. അല്ല, ഒരു കാരണവശാലും നിയമവാഴ്ചയില്ല ഭീകരവാദത്തിൽ മനുഷ്യാവകാശങ്ങളുമില്ല. കാരണം ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ യാതൊരു ഉളുപ്പും ഇല്ലാതെ ധ്വംസിക്കുന്നവരാണ് ഭീകരവാദികളായിട്ട് വരുന്നവർ. ദൗർഭാഗ്യവശാൽ നമ്മുടെ കോടതി നിയമവ്യവഹാര വ്യവസ്ഥകളിലൊക്കെ ഭീകരവാദത്തിൽ ഏർപ്പെടുന്നവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ കൊല്ലുന്ന മനുഷ്യരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഈ കോടതി രേഖകളിൽ എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിനു വേണ്ടി നിലകൊള്ളുന്നവരെ നമ്മൾ വിചാരണ ചെയ്യുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ഒക്കെ അവരുടെ മനുഷ്യാവകാശങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർ കൊന്നവരുടെ മനുഷ്യാവകാശങ്ങളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിൻ്റെ മനുഷ്യാവകാശങ്ങളുണ്ടല്ലോ. അവരൊരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെട്ടവരല്ലേ. അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെട്ട ഈ മനുഷ്യരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാതെ പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ്.
ഇപ്പോഴും അത് തന്നെയാണ്. അർബൻ നക്സലൈറ്റുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരും അവരുടെ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു എന്നാണ്, അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ്. എന്നാൽ ഈ നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകൾ കൊല്ലുന്ന മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളുണ്ടല്ലോ, അവർ എത്രയോ പേരെ കൊന്നിരിക്കുന്നു, അവരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഒന്നും പറയാറില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുക? റൂൾ ഓഫ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൂ. നിയമവാഴ്ച ഉറപ്പുവരുത്തണം. ആ നിയമവാഴ്ചയിൽ മാത്രമേ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൂ. ടെററിസ്റ്റുകൾ നിയമവാഴ്ചയെ അംഗീകരിക്കുന്നവരെയല്ല, സ്വാഭാവികമായും അവർ മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്, നിയമവാഴ്ചയിലൂടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നത്തെ ഒരു ആണ്. അത് അറ്റുനേറ്റിംഗ് ദ കണ്ടീഷൻസ് എനേബിളിംഗ് ടെററിസം. ഈ ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നതോടൊപ്പം അതില്ലാതെയാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നമ്മളൊരു ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ വിസ്മരിച്ച് കളയും. അതിലിടപെടുന്നവരെയും നമ്മൾ വിസ്മരിക്കും. അയാൾ അതല്ലേ ചെയ്തുള്ളൂ, അപ്പോൾ അതിന് പറയാം അയാൾ പുസ്തകം വായിച്ചല്ലേ ഉള്ളൂ, ആ പുസ്തകം വായിച്ചു എന്നുള്ളതൊരു തെറ്റാണോ? പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ടെറർ അറ്റാക്ക് വരുന്നു. വാക്ക് കർമ്മമാണ്, അതെന്താ ഇവരറിയാത്തത്? ഞങ്ങളൊരു വാക്ക് കർമ്മം തന്നെയാണ്. വാക്കിനെ കർമ്മമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വാക്ക് നമ്മളെ വേദനിപ്പിക്കുന്നത്, വാക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, വാക്ക് നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്നത്. ഇതൊക്കെ വാക്ക് കർമ്മമായതുകൊണ്ടാണ്. വാക്കിനെ കർമ്മമായി സങ്കല്പിച്ചിട്ടുള്ളൊരു മഹാസംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മഹാസംസ്കാരത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. പക്ഷെ ഇവർ പറയുന്നത് അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ മാറ്റിവെക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ അപകടം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, പിന്നത്തെ എന്ന് വെച്ചാൽ അലൈനിങ് ഇൻ്റർനാഷണൽ എഫേർട്സ് ഫോർ കൗണ്ടർ ടെററിസം. ടെററിസത്തെ, ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ടും യോജിച്ചുകൊണ്ടും പ്രവർത്തിക്കുക. അപ്പോൾ ടെററിസത്തെ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ടെററിസം മാത്രമായിട്ടല്ല, ലോകത്ത് എവിടെ നടക്കുന്ന ടെററിസം ഉണ്ടെങ്കിലും ആ ടെററിസത്തിനെതിരെ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ വന്നു കഴിഞ്ഞാലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്, ടെററിസത്തിന് വളം വെച്ച് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അവർ ഔദ്യോഗികമായി ടെററിസത്തെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തികൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനൊരു ആഗോള തലത്തിലുള്ള സഹകരണത്തിലൂടെ അതിനെ നേരിടുന്നതിനുള്ള ഒരു സംവിധാനം. അത് കഴിഞ്ഞാൽ പിന്നത്തെ 6 എന്ന് പറഞ്ഞാൽ റിക്കവറി ഓഫ് ഹോൾ സൊസൈറ്റി അപ്രോച്ച്. മൊത്തം സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഹരം നടത്തുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല. കാരണം ഒരു ടെറർ ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വിഭാഗത്തെയല്ല, എല്ലാവരെയും കൊല്ലും. ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായിട്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോംബുമായി പോയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെഡ് ഫോർട്ടിൻ്റെ അവിടെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേര് മരിച്ചേ. ഈ മരിച്ചവർക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അപ്പോൾ നിർദോഷികളായ, നിരായുധരായ, ഇതിലൊന്നും ബന്ധപ്പെടാത്ത മനുഷ്യരെ യാതൊരു ഉളുപ്പും കൂടാതെ കൊല്ലുന്ന ഒരു പ്രവൃത്തിയാണ് ടെററിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആ നിലക്ക് തന്നെ കാണണം. അല്ലാതെ അവിടെ നമ്മൾ മനുഷ്യാവകാശം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ സർ, നമ്മുടെ ഇവിടെ കസബിനെ കാര്യത്തിൽ പോലും മനുഷ്യാവകാശം പറഞ്ഞവരാണ്. ഞാൻ അതുകൊണ്ടാണ് സാർ അത് പറഞ്ഞപ്പോൾ, ആ ഒരു ടേം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ. കാരണം ഇവിടെ ഉടനെ പറയുന്ന മനുഷ്യാവകാശമാണ്. അതെ,
അവരുടെ മനുഷ്യാവകാശം പറയുന്നുണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് കൊല്ലപ്പെട്ടു പോയ, മരിച്ചുപോയ എത്രയോ അനേകം ജീവനുകളാണ്. അല്ല, അത് മാത്രമല്ല, അവരുടെ കുടുംബമില്ലേ, പിന്നെ ഉറപ്പായിട്ടും ആ കുടുംബത്തിന്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. സത്യത്തിൽ ഈ ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ ഇനി രാജ്യത്ത് ഒരുത്തനും, അതായത് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഒരുത്തനും നിൽക്കണ്ട, അത് വേണ്ട എന്നുള്ള ഒരുത്തനും തല പൊക്കരുത് എന്ന് കരുതി തന്നെയാണ്. അത് അങ്ങനെ തന്നെ വേണം. ഇത് കുറെ വൈകിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന. അതുപോലെ തന്നെ സാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരെണ്ണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളവർക്ക് കൂടിയുള്ള ഒരു അടിയാണ്. അതായത് ചിലർ അവിടെയാണ് നമ്മൾ ഈ സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്ന വിഭാഗങ്ങളെ. സ്ലീപ്പർ സെൽസ് മാത്രമല്ല, സോ കോൾഡ് ഇന്റലക്ച്വൽസ് ഉണ്ട്. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, അവർ ചുമ്മാ ഇരിക്കുകയാണ്. ആം ചെയർ നക്സലൈറ്റുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവർ വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞുകൂടെയാണ്. അവരെന്നിട്ട് അനങ്ങാതിരിക്കുകയും ചെയ്യും. കേരളത്തിലെ നക്സലൈറ്റുകളൊക്കെ ഏതാണ്ട് ആ ടൈപ്പായിരുന്നു. കെ വേണു ഒഴികെ, അതുപോലെ കുറച്ച് പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ നക്സലൈറ്റ് ആയിരുന്നു എന്ന് അവർ പറയുന്നത് അതൊരു അംഗീകാരം കിട്ടാൻ തങ്ങൾക്കൊരു മാർഗമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. പല ബുദ്ധിജീവികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അല്ല, അത് മറ്റേ ഈ ആ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിജീവിയാകുന്നതാണ് നല്ലത്. അപ്പോൾ ആഹ്വാനം ചെയ്താൽ മതി, നമുക്ക് മാറിയിരിക്കാം, ബാക്കിയൊക്കെ മറ്റവർ പോയി ചെയ്തോളൂ. അപ്പം ഈ ആഹ്വാനിക്കാനുള്ളൊരു വിഭാഗമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ജൈവ ബുദ്ധിജീവികളാണ്. അതെ, ജൈവ ബുദ്ധിജീവികൾ ഇങ്ങനെ വന്നിട്ട് അവർ ആഹ്വാനം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വാക്കുകൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടെററിസമുണ്ട്. അതിന് ഇപ്പോൾ കോടതികൾ പോലും ഗൗരവത്തിൽ കാണുന്നില്ല. കോടതികൾ ചോദിക്കണ ഒരു പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എന്തിനീ പുസ്തകം കയ്യിൽ വെക്കുന്നു? ആ ചോദ്യമില്ലേ, എന്തിനെ? ഈ പുസ്തകം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഇപ്പോൾ മിലിറ്ററി പേപ്പേഴ്സ്, മാവോയിൻ്റെ, അതന്ന് നിരോധിക്കപ്പെട്ടിരുന്നൊരു കാലത്താണ് ഞാനത് വായിച്ചത്. അന്ന് ഇത് ഈ കോളേജിലെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ഒരുമാതിരി വായിക്കുന്ന കുട്ടികളൊക്കെ മാവോയുടെ മിലിറ്ററി പേപ്പേഴ്സൊക്കെ വായിച്ചിട്ടുണ്ട്. ശുദ്ധ പോഷകായ ഒരു പുസ്തകമാണ്. എത്ര ഇഞ്ച് കത്തി ഉപയോഗിച്ച് കൊല്ലണമെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഒരാളെ കൊല്ലാനായിട്ട് നമ്മൾ 5 ഇഞ്ച് കത്തി ഉപയോഗിക്കണം, 6 ഇഞ്ച് കത്തി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ്, കൊല്ലണം എന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് മാറിയിരിക്കുന്ന അത്തരത്തിലുള്ളവരെ, അവരെ കൂടി അവർ ആം ചെയറാണ്. ചാരുകസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ചാരുകസേരയിൽ ഇരിക്കുകയും ബുദ്ധിജീവികളാകുകയും, വേണമെങ്കിൽ ചിലർ കവിത എഴുതിയെന്നിരിക്കും. ഒന്നാമത് കവിത വായിക്കുന്നവരുടെ എണ്ണം തന്നെ 100-500 പേരേ ഉള്ളൂ, കാഷ്ടി കവിത വായിക്കുന്നവർ. അതിൽ തന്നെ ഈ വിപ്ലവകാരികളെന്ന് പറയുന്നവരുടെ കവിത വായിക്കുന്നവർ 50 പേരൊക്കെ ഇരിക്കും. ഈ 50 പേർക്ക് ഈ അഭിപ്രായം കിട്ടാനായിട്ട് ഇവരുടെ കവിത വായിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ അഭിപ്രായക്കാരാണ്. പക്ഷേ ഞങ്ങൾ കവികളാണ് എന്നും ഞങ്ങളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ കവിത വായിച്ചിട്ട് ആരെങ്കിലും വിപ്ലവം നടത്താൻ പോവുക? ഒരാളും പോകാൻ പോകുന്നില്ല. സാർ, സത്യത്തിൽ തിരിച്ച് നമ്മൾ വരികയാണെങ്കിൽ ഈ പോളിസി, സാർ പറഞ്ഞല്ലോ, പോളിസി കൊണ്ടുവരാനായിട്ട് കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ ഈ ഒരു പശ്ചാത്തലങ്ങളുണ്ട്. കാരണം ലഷ്കറിൻ്റെ ഭീഷണിയുണ്ട്, പലതരത്തിലുള്ള ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ തിരുപ്പൂരിൽ നിന്നുൾപ്പെടെ നമ്മുടെ കേരളത്തിൽ എത്ര തവണ NIA വരുന്നു, എത്ര തവണ ഓരോരുത്തരെ പൊക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പോളിസി വരുമ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഒരു നിലനിൽപ്പും ഒക്കെ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രോ ആക്റ്റീവ് ആൻഡ് ഇൻ്റലിജൻസ് ഗൈഡഡ് ആക്ടിവിറ്റിയാണ്. സക്രിയമായിട്ട് നമ്മൾ ചെയ്യണം. നേരത്തെ നമ്മൾ ഒരു സാധനം വന്നിട്ട് അതിൻ്റെ പുറകെ പോവുകയാണ്. ഇപ്പം അങ്ങനെയല്ല, വരുന്നതിന് മുൻപ് അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടെറർ ആക്ടിവിറ്റീസിനെയും ക്രിമിനലൈസ് ചെയ്യണം. ഇതനുസരിച്ചിട്ട് അത് ക്രൈമായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിനകത്ത് വേറെ ഒരു ഇതുമില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ടെറർ ആക്ടിവിറ്റീസും. അപ്പോൾ ഈ ആം ചെയർ പൊളിറ്റീഷ്യൻസായിട്ടിരിക്കുന്നവരും ആം ചെയർ റെവല്യൂഷണറീസും അതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് കാശ് എവിടെ നിന്ന് വരുന്നു, അതെങ്ങോട്ട് പോകുന്നു, ഇവരത് എന്ത് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ കൂടി അത് പരിശോധിക്കും. പിന്നെ ഇവർക്കൊക്കെ സുരക്ഷമായ ഒളിത്താവങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായ ആൻറ്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്
ഉണ്ടാക്കി നമുക്കൊരു പദ്ധതി വരുന്നു എന്നുള്ളതാണ് പ്രഹരം.